അള്ളാഹുവിന്റെ ദീനിനെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് കൊതിച്ച് ഇൽമിന്റെ സദസ്സിൽ വന്ന എല്ലാവർക്കും അള്ളാഹു നല്ല കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം എത്തുമ്പോൾ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനേ. റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ അല്ലാഹുവേ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിന്റെ മാസം എത്തുമ്പോൾ ദുആ ചെയ്യുമായിരുന്നു. റജബ് മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി, ഇവിടെ പറഞ്ഞു പോയി. റജബ് കഴിഞ്ഞു, ഇപ്പോൾ ശഅബാൻ മാസമാണ്. എല്ലാവരും നമസ്കാരത്തിന് ശേഷവും എല്ലാ സന്ദർഭങ്ങളിലും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും നീ ബർക്കത്ത് താ പടച്ചവനെ, ശഅബാനിലും നീ ബർക്കത്ത് താ അല്ലാഹുവേ. എന്താ ഈ ബർക്കത്ത്? നിസ്കരിക്കാത്തവനും ദുആ ചെയ്യും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. നോമ്പ് പിടിക്കാത്തവനും ദുആ ചെയ്യും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. എല്ലാവരും നിസ്കരിക്കുന്നവരും ദുആ ചെയ്യും ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഇതിന്റെ അർത്ഥം, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ സാധാരണ ഈ ദുആ ചെയ്യാറുള്ളത്? സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അല്ലാഹു, ഞങ്ങൾക്ക് നീ ബർക്കത്ത് താ പടച്ചവനെ, ഞങ്ങളുടെ വീട്ടിൽ ബർക്കത്ത് താ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്ത് താ അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് താ അല്ലാഹുവേ, വാഹനങ്ങളിൽ ബർക്കത്ത് താ അല്ലാഹുവേ, സന്താനങ്ങളിൽ ബർക്കത്ത് താ അല്ലാഹുവേ. വിവാഹം കഴിഞ്ഞ ദിവസം, വിവാഹം കഴിഞ്ഞ പാടെ പുതുമണവാളനും പുതുമണവാട്ടിക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. ഉസ്താദുമാർ ദുആ ചെയ്യാറുണ്ട്. അതാണ് ഈ മംഗളാശംസ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ പുതിയ പെണ്ണിനും പുതിയ ചെറുക്കനും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യും. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലും അല്ലാഹു ബർക്കത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സന്തോഷകരമായ ജീവിതം നയിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ സഹായവും ചെയ്യുമാറാകട്ടെ എന്നാണ് നമ്മൾ മംഗളാശംസയ്ക്ക് ദുആ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ബർക്കത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാറുണ്ട്, ബർക്കത്ത് ബർക്കത്ത്. പക്ഷെ അവരുടെ വീടുകളിലും കുടുംബങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ജീവിതങ്ങളിലും കല്യാണങ്ങളിലും കടകളിലും വാഹനങ്ങളിലും കുട്ടികളിലും ബർക്കത്തില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടാതെ വരുമ്പോൾ മനസ്സിലാക്കണം, ആ കുടുംബ ജീവിതത്തിൽ ബർക്കത്തില്ല. ഭാര്യ ഭർത്തൃ ബന്ധം സുദൃഢമാകാതെ വരുമ്പോൾ മനസ്സിലാക്കണം, ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ബർക്കത്തില്ല. കച്ചവടത്തിൽ ഒരു ലാഭമില്ല, ഒരു നഷ്ടത്തിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കണം, ആ കച്ചവടത്തിൽ ബർക്കത്തില്ല. വാഹനമെടുത്ത് വാഹനത്തിൽ ഓടുന്നു, യാത്ര ചെയ്യുന്നു, എപ്പോഴും അപകടം, എപ്പോഴും പ്രശ്നം, മനസ്സിലാക്കണം, ആ വാഹനത്തിൽ ബർക്കത്തില്ല. മക്കളുണ്ട്, ഒന്നിലധികം മക്കളുണ്ട്, ആണുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. പക്ഷെ മാതാപിതാക്കൾ വൃദ്ധാലയങ്ങളിലാണ്, വൃദ്ധസദനങ്ങളിലാണ്. 10 മക്കളോളം ഉണ്ട്, 12 മക്കളോളം ഉണ്ട്. പക്ഷെ ആ മക്കളെ കൊണ്ട് മാതാപിതാക്കൾ ഗുണമില്ല, മനസ്സിലാക്കണം, മക്കളിൽ ബർക്കത്തില്ല. മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന മക്കൾ, ഈ മക്കൾക്ക് മാതാപിതാക്കൾ അർഹമായ പ്രാതിനിധ്യമോ അർഹമായ അവകാശമോ അവർക്ക് വേണ്ട സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാറില്ല, മനസ്സിലാക്കണം, ആ മാതാപിതാക്കളിൽ ബർക്കത്തില്ല. ചുമ്മാ അങ്ങോട്ട് അള്ളാഹിന്റെ അടുക്കൽ ബർക്കത്ത് എന്ന് ചോദിച്ചാല് അള്ളാഹു ബർക്കത്ത് തരികയില്ല. കേവലം നമസ്കാരത്തിന്റെ ഈ ഒരു ശൈലിയില് നമ്മൾ പറയുന്നത് നമ്മളെല്ലാം നമസ്കാരക്കാരാണ്. ഞാൻ ജുമാക്ക് നമസ്കരിക്കാൻ പോകുന്നുണ്ട്, മറ്റുള്ള വഖ്തുകൾക്ക് നമസ്കരിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിലൊന്നുമല്ല അള്ളാഹു ബർക്കത്ത് ചെയ്യുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിന്റെ മാസത്തിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, ശഅബാനിന്റെ മാസത്തിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഈ 2 മാസത്തിൽ ബർക്കത്ത് കരസ്ഥമാക്കിയവർക്ക് പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഈ 2 മാസത്തിൽ ബർക്കത്തില്ലാത്തവർക്ക് റമളാനിനെ സ്വീകരിക്കാൻ പറ്റില്ല. അവർ കേവലം കഞ്ഞി കുടിക്കാനും വയറ് തിന്നാനും വേണ്ടി വരാമെന്നുള്ളതല്ലാതെ റമളാനിനെ സ്വീകരിക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം എന്താണ് ബർക്കത്ത്. എന്തിനാണ് നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്? നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടോ?
ഞാനടക്കം എന്നോട് ചോദിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഹൈറാണോ, എന്റെ ജീവിതം ശരിയാണോ, എന്റെ ജീവിതത്തിൽ സന്തോഷമാണോ, എന്റെ ഭാര്യ മക്കളിലും എന്റെ കുടുംബങ്ങളിലും റാഹത്തായ ജീവിതമാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ഒരുവന്റെ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും ഇല്ല എങ്കിൽ മനസ്സിലാക്കിക്കോ, അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല എന്നർത്ഥം. ബർക്കത്തുള്ള ജീവിതമാണെങ്കിൽ അവന്റെ കുടുംബത്തിൽ പ്രശ്നമില്ല, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, നാട്ടിൽ പ്രശ്നമില്ല, വീട്ടിൽ പ്രശ്നമില്ല, മഹല്ലത്തിൽ പ്രശ്നമില്ല, അവന് ബർക്കത്തുള്ളവനാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ബർക്കത്തില്ലാത്തവന്റെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സഹോദരങ്ങൾക്കിടയിലും പ്രശ്നത്തോടെ പ്രശ്നമായിരിക്കും, അങ്കലാപ്പുകളായിരിക്കും, അടിയായിരിക്കും, പിടിവലിയായിരിക്കും, വാശിയായിരിക്കും, ദുർവാശിയായിരിക്കും, വൈരാഗ്യമായിരിക്കും, അസൂയയായിരിക്കും, കുശുമ്പായിരിക്കും, ക്രോധമായിരിക്കും. അവർക്ക് ബർക്കത്തില്ലാത്ത ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ മറ്റൊന്നുമല്ല. തമ്മിലടിയും പകയും പരനിന്ദയും ആക്ഷേപവും അധിക്ഷേപവും മുസ്ലിം ഉമ്മത്തിനിടയിൽ വ്യാപിക്കുമ്പോൾ മനസ്സിലാക്കണം, ആ ഉമ്മത്തിൽ ബർക്കത്തില്ല എന്നർത്ഥം. ബർക്കത്തില്ല എന്നർത്ഥം. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, നബിതങ്ങൾ പറയുന്ന വാക്കാണ്. അതിന്റെ ഹദീസുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ധരിക്കുന്നു നമ്മൾ നമസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടേക്കാം, നമ്മുടെ നോമ്പ് കൊണ്ട് രക്ഷപ്പെട്ടേക്കാം, ഞാൻ ഈ താടിയും തൊപ്പിയും വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും കരുതുന്നു. അവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റിപ്പോയത്, അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിപ്പോയത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും നമ്മളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനാണ് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് കുറെ ഇബാദത്തുകളുമായി പറഞ്ഞയച്ചത്. കേവലം നമസ്കാരം മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി, നോമ്പ് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി, സക്കാത്ത് ഹജ്ജ് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി, ദാനധർമ്മങ്ങൾ ചെയ്യൽ മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ഫയലുകൾ, നമ്മുടെ അമലുകളുടെ ഫയലുകൾ സ്വീകരിക്കാനും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, ഇല്ല എങ്കിൽ ബർക്കത്തില്ല. സ്വർഗവും പ്രതീക്ഷിക്കേണ്ട, അള്ളാഹു നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കാര്യ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്ന ഒരു സത്യം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? കഞ്ഞി കുടിക്കാനാണോ? പള്ളിയിൽ വന്നിട്ട് അടിയുണ്ടാക്കാനാണോ? വടക്കുണ്ടാക്കാനാണോ? മഗ്രിബിന്റെ സമയമാകുമ്പോൾ ഒരു ഉന്തും തെള്ളും, ഒരു പ്രശ്നവും, ഒരു വഴക്കും, ഒരു ബഹളവും, ഒരു വെപ്രാളവും, ഇതിനാണോ? ലോകമേ മനസ്സിലാക്കി, എന്തിനാണ് റമദാൻ, എന്തിനാണ് നോമ്പ്, ആർക്ക് വേണ്ടിയാണ് നോമ്പ്? അല്ലാഹു തആല തന്നെ മറുപടി പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തികഞ്ഞ മതഭക്തരായി മാറാൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറാൻ, തഖ്വ ഉള്ളവരായി മാറാൻ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട അടിവരയിട്ട് അള്ളാഹു പറയുന്ന ഒരു പോയിന്റാണിത്. അടിവരയിട്ട് പറയുന്ന പോയിന്റാണ്. മുസ്ലിം സമുദായം മനസ്സിലാക്കിയാൽ മതി, ഉമ്മത്തെ മുസ്ലിം മനസ്സിലാക്കിയാൽ മതി, വേറെ ആരും മനസ്സിലാക്കണ്ട. കാരണം അള്ളാഹ് ഇവിടെ ഉപയോഗിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വാസികളെ നോക്കിയിട്ടല്ല പറഞ്ഞത്, വിശ്വാസികളെ വിശ്വാസി സമൂഹത്തെ നോക്കിയിട്ടല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിന്? യാ അയ്യുഹന്നാസ്, ഏ മാനവ സമൂഹമേ, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയെന്നല്ല അവിടെ പറഞ്ഞത്. ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട്, ആ നോമ്പ് അവരുടേത്. ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട്, ആ നോമ്പ് അവരുടേത്. ജൂതന്മാർക്ക് നോമ്പുണ്ട്, ആ നോമ്പ് അവരുടേത്. ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും എല്ലാ ആദർശക്കാരനും നോമ്പുണ്ട്. അതായത് അവരുടെ ആദർശം അനുസരിച്ച്. ഇത് അള്ളാഹ്ക്ക് ആവശ്യമില്ല, ഈ നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ്ക്ക് ആവശ്യമുള്ളത് വിശ്വാസികളുടെ നോമ്പാണ്. ആ നോമ്പ് എങ്ങനെ ആയിരിക്കണമെന്നും അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. ചുമ്മാ രാവിലെ 3 മണി മുതൽ 4 മണി മുതൽ ഇടയത്താഴുന്നിട്ട് പട്ടിണിക്കിരുന്ന് വൈകിട്ട് വരെ പനായും പിത്തിനായി എണ്ണിയിട്ട് അല്ലാഹുമ്മ ലകസുംദു അബികാമന്തു അലൈക തവക്കൽതു എന്ന് പറഞ്ഞ് കാരക്കായി നിന്ന് വെള്ളം കുടിച്ചിട്ട് എന്റെ നോമ്പ് കബൂലായി എന്ന് പറഞ്ഞാലൊന്നും ആ നോമ്പൊന്നും അള്ളാഹ്ക്ക് വേണ്ട. മനസ്സിലാക്കണം. അതുകൊണ്ട് നോമ്പ് എന്താണെന്ന് അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ട്. ആ ശൈലി അനുസരിച്ച് നോമ്പ് പിടിക്കുക. എന്നാ നിന്റെ നോമ്പ് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ നിന്റെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ലോകത്ത് ധാരാളം ആളുകളുണ്ട്.